ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ 9ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. ഇന്നലെ നമ്മളൊരു വി പൊസിഷനിലൂടെ 8ാമത്തെ പൊസിഷനിൽ വന്നു നിന്നു. അതിൽ തുടർന്നാണ് നമ്മൾ ഇന്ന് 9ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വി പൊസിഷനിൽ നിന്നതിന് ശേഷം ഇതാണ് വി പൊസിഷനിൽ 8ാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ വന്നത്. ഈ പൊസിഷനിൽ നിന്നും നമ്മൾ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നമ്മളുടെ വലത് കാലിനെ രണ്ട് കാലിൻ്റെ ടോയിൽ രണ്ട് കാലിൻ്റെ ടോയിലും കൈകൾ രണ്ടും സമമായി കൈകൾക്ക് മുട്ടുകൾക്ക് വളവില്ലാതെ നമ്മൾ ഇതാ പൊസിഷനിലേക്ക് വന്ന് നമ്മൾ 9ാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ നടുവും ഉടലും ഭൂമിയിലേക്ക് അല്പം താഴ്ത്തുകയും വലത് കാൽ മുട്ടും അല്പം മടക്കി നേരെ മുന്നിലേക്ക് നിരക്കി നീക്കി കൊണ്ടുവന്ന് നമ്മുടെ വലത് കൈയുടെ പുറകിലായി 5 സെൻറ്റിമീറ്റർ അകലത്തിൽ വയ്ക്കുക. ഈ സമയം നമ്മളുടെ കാലിൻ്റെ മുട്ട് മുന്നിലേക്ക് അല്പം പൊന്തി നിൽക്കും. ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് ഉച്ഛസിച്ചുകൊണ്ട് നമ്മളുടെ ഉടലും നമ്മുടെ നെഞ്ച് മുന്നിലേക്ക് തള്ളിയും തലയും കഴുത്തും നേരെ മുകളിലേക്ക് ഫേസ് ചെയ്തും കണ്ണുകൾ മുകളിലേക്ക് ഫേസ് ചെയ്തും താടി മാക്സിമം മുകളിലേക്ക് ഉയർത്തിയും നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുക. ഇപ്പം നമ്മളുടെ ഉടലും അരക്കെട്ടും ഭൂമിയിലേക്ക് താഴ്ന്ന നിലയിലും നട്ടല് ബാക്കിലേക്ക് ഒരു ആർച്ച് രൂപത്തിൽ മാക്സിമം വളയുന്ന രീതിയിലും ആയിരിക്കും നമ്മളുടെ ഈ പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ശ്വാസത്തെ ഉള്ളിൽ നിയന്ത്രിച്ചുകൊണ്ടും ഇടത് കാലിൻ്റെ ടോയും രണ്ട് കൈകളും വലത് കാലും നമ്മളുടെ ശരീരത്തിനെ പൂർണ്ണമായും താങ്ങി നിർത്തുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ബലം രണ്ട് കൈകളും ഇടത് കാലും വലത് കാലും ഉൾക്കൊള്ളുന്നു. ശ്വാസത്തെ ഏതാനും നിമിഷം ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇടത് കാലിൻ്റെ മുട്ട ഭൂമിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലും നട്ടലിനെ മാക്സിമം ബാക്കിലേക്ക് വളയ്ക്കാവുന്നത്രയും വളയ്ക്കുക. ഈ നിലയാണ് 9ാമത്തെ പൊസിഷൻ. ഇനി നമ്മൾ 10ാമത്തെ പൊസിഷനിലേക്ക് അടുത്ത ദിവസമാണ് പോകുന്നത്. 9ാമത്തെ പൊസിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളുടെയും മുട്ടുകൾക്കും കൈകളുടെ കുഴയ്ക്കും തോൾ ഭാഗത്തിനും നമ്മളുടെ കഴുത്തിനും നമ്മളുടെ തലയ്ക്കും കണ്ണുകൾക്കും താടിക്കും നെഞ്ചും കൂടത്തിനും നമ്മളുടെ നട്ടലിനും കാലിൻ്റെ മുൻഭാഗത്തെ മസിൽസിനും നല്ല രീതിയിലുള്ള ഒരു വ്യായാമം ലഭിക്കുകയും നന്നായിട്ട് നല്ല ബലം നമ്മളുടെ കാലുകൾ ഉൾക്കൊള്ളുവാൻ ഒരു പ്രേരണ നമ്മളുടെ ശരീരം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കൈകൾക്ക് നല്ല രീതിയിലുള്ള ആയാസകരമായിട്ടുള്ള ഒരു പ്രവണത ലഭിക്കുകയും കൈവിരലുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യായാമം ലഭിക്കുകയും ചെയ്യുന്നു. കഴുത്തുകൾക്ക് നല്ല കശേരികൾക്കും കഴുത്തിലെ കശേരികൾ മുൻഭാഗത്തെ ഈ കശേരികൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു വ്യായാമമാണ് ഈ സൂര്യ നമസ്കാരത്തിൻ്റെ 9ാമത്തെ ഭാഗത്തിലൂടെ നമ്മളുടെ കഴുത്തിന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഷോൾഡറിനും നമ്മളുടെ നെഞ്ചിൻ്റെ വികാസത്തിനും കൈകളുടെ ബലത്തിനും കാലുകളുടെ മുട്ടുകളുടെ ബലത്തിനും കാലിൻ്റെ പെരുവിരലുകൾക്കും നല്ല രീതിയിലുള്ള ഒരു വ്യായാമം ലഭിക്കുന്നതോടൊപ്പം നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവണത നമ്മളുടെ ശരീരം ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ സൂര്യ നമസ്കാരത്തിൻ്റെ 9ാമത്തെ സ്റ്റെപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. 10ാമത്തെ സ്റ്റെപ്പുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ പാർക്കുട്ടി മീഡിയയുടെ ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 9ാമത്തെ സ്റ്റെപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഹായ്.